ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി നല്ല ഈസിയായും ടേസ്റ്റിയായും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടമാകും. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതാ ഇതിന് വേണ്ടിയിട്ട് ഒരു 1.5 കിലോ ചിക്കനാണ്, നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ നല്ല കട്ടിയുള്ള തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ കൊണ്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി നമുക്കൊരു സവാളയുടെ ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു സവാള വഴറ്റി വരുന്ന സമയം അത്രയും സമയം ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ സവാളയുടെ കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി നമ്മളൊരു 6 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ അത്യാവശ്യം നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ നമുക്ക് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ പച്ചമുളക് കുറച്ച് അരിഞ്ഞിട്ടും ചേർക്കും. അതായത് നമ്മളൊരു 9 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ബാക്കി നമ്മൾ ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതൊരു 12 മുതൽ 15 വരെ വെളുത്തുള്ളിയുണ്ട്, ഒരു 3 ഇഞ്ച് വരുന്ന ഒരു പീസ് ഇഞ്ചി, ഒരു ചെറിയ പോർഷൻ സവോള, പിന്നെ ഒരു 5 പച്ചമുളക്. ഇത്രയും കൂടെയാണ് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഒന്ന് വഴന്ന് വരട്ടെ. നമുക്ക് ആ ഒരു സമയത്ത് ഒരു ബിരിയാണി മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് വരുന്ന ഒരു പട്ട, പിന്നെ ഒരു 8 പീസ് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഒരു 2 വറ്റൽമുളക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, ഒരു ചെറിയ പീസ് ജാതിക്ക, ഒരു ചെറിയ പീസ് തക്കോലം, പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 4-5 ഏലക്കായ, പിന്നെ ഒരു ബേ ലീഫ്. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മല്ലി ഉണ്ട്, അതായത് പൊടിക്കാത്ത മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മതിയാകും. ഇനി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ചൂടാക്കി ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് അതുകൂടെ ഇട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു 3 തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4 പച്ചമുളക് ഒന്ന് നീളത്തിൽ കീറിയിട്ട് അതുകൂടെ ഇട്ടിട്ട് നല്ലതുപോലെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടിട്ട് ആദ്യം ഒന്ന് വിസിലൊന്ന് കളഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുമല്ലോ. അതിനുശേഷം ഒന്ന് വഴറ്റിയെടുത്താലും മതിയാകുമേ. ഇനി നമ്മൾ നല്ല പൊടിച്ചെടുത്ത ബിരിയാണി മസാലയിൽ നിന്ന് ഒരു ടീസ്പൂൺ മസാല മാറ്റി വെക്കുക. ബാക്കി നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 തൊട്ട് 1 ടീസ്പൂൺ അത്ര തന്നെ മാറ്റി വെച്ചാൽ മതിയാവും. ദമ്മാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. ഇനി ആ മസാല ചേർത്ത് കഴിഞ്ഞാൽ അത് മാത്രം മതി. നമ്മളിനി ഇതിലേക്ക് വേറുള്ള പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു ബിരിയാണി മസാല ചേർത്തിട്ട് നമ്മുടെ ഓണിയനൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ആദ്യം ഒരു 2-3 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലും വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 90% വരെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണേ. അപ്പം നമ്മൾ ആ ഒരു സമയത്ത് നമുക്കിനി ഇതൊരു സവോള ഒന്ന് ഒണിയനൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഒരല്പം പഞ്ചസാര ഇട്ട് നല്ലതുപോലെ കൈവച്ചൊന്ന് തിരുമിയിട്ടെടുക്കുക. അതിനുശേഷം അത് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നല്ല സവാള നല്ല ഗോൾഡൻ കളറിലും അതുപോലെ തന്നെ നല്ല ഒരു ക്രിസ്പിനെസ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് കുറച്ച് കശുവണ്ടി അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി അതും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളിതാ ചിക്കനൊക്കെ ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്നൊക്കെ നല്ലതുപോലെ വെള്ളമൊക്കെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട, ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളമാണിത്. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ നമുക്ക് തീയൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നോക്കിയ പിസ്ത കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ പിസ്ത കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചോറിൽ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് വരും കേട്ടോ. ഇനി നമ്മൾ ചോറ് വെച്ചൂറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഗീ റൈസ് പോലെ, നെയ്ച്ചോറ് പോലെ ചെയ്യുക അല്ല ചെയ്യുന്നത്.
കൂടുതൽ വെള്ളം വെക്കുക. അതിലേക്ക് ഒരു 10 ഏലക്ക ചേർത്ത് കൊടുക്കുക. ഏലക്ക ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണേ. പിന്നെ കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് വലിയ ജീരകം, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഞാനിവിടെ 1.5 കിലോ ഇറച്ചിക്ക് 1 കിലോ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകശാല റൈസാണ്. ഇത് നമ്മളൊരു നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയെടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങൾ അരിപ്പയിൽ കൂടെ മുഴുവൻ വെള്ളം കളഞ്ഞിട്ട് എടുക്കണം, അങ്ങനെ നിർബന്ധമില്ല. കാരണം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലോട്ട്, അതായത് കൂടുതൽ വെള്ളത്തിലിട്ടെടുക്കുന്നതുകൊണ്ട് വേണ്ട. ഇനി നിങ്ങൾ ഗീ റൈസ് ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സീവറിലിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഒട്ടും വെള്ളമില്ലാതെ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇതിലേക്ക് നമ്മൾ ഊറ്റിയെടുത്തിട്ട് ആ ഒരു റൈസ് 15 മിനിറ്റ് കുതിർത്തിയെടുത്ത റൈസാണ്, അത് നന്നായിട്ട് വെന്ത് വരട്ടെ. ചിക്കനൊക്കെ വെള്ളമൊക്കെ പോയി അത്യാവശ്യം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് ഒരു പിടി മല്ലിയിലയും കൂടെ തന്നെ ഒരു അരപ്പിടി പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു വലിയ നാരങ്ങയുടെ ഒരു 1/4 ഭാഗമേ എടുത്തിട്ടുള്ളൂ, അതായത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. അത് നമ്മളൊന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഒന്ന് ഇളക്കി മറിച്ചെടുക്കുക, എല്ലാ സൈഡിൽ നിന്നും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു സവോളയൊക്കെ ഒന്ന് വറുത്ത് വെച്ചില്ലേ, അതിൽ നിന്നൊരല്പം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ സവോള വറുത്തതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് വെക്കണവേ. അതെന്തിനാന്ന് വെച്ചാൽ അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ആ ഒരു ബിസ്തയ്ക്കും, അതുപോലെ തന്നെ മല്ലിയിലേക്കും എല്ലാം കൂടെ നല്ലൊരു മണമാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാലയൊക്കെ നല്ല ടേസ്റ്റിൽ നിന്ന് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിരുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ദം ചെയ്യാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രൈ ചെയ്തെടുത്ത സവോളയാണത്. ഇതെന്ന് പറഞ്ഞാൽ പാലിൻ്റെ കൂട്ടാണ്. 3 ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഓയിലും കൂടെ മിക്സ് ചെയ്തതാണ്. ഇനി ഇതൊരു 1 ടീസ്പൂൺ റോസ് വാട്ടർ. പൈനാപ്പിൾ എസൻസും റോസ് വാട്ടറും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ ബിരിയാണി നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചോറൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ എല്ലാ സൈഡിലൊന്നും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്കിതാ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഒരു മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ചിക്കൻ മസാല ഇട്ട് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ മസാല മാത്രം, ചിക്കനൊന്നും വേണ്ട, മസാല മാത്രം ഒന്ന് മാറ്റി വെച്ചേക്കണേ. അത് പിന്നെ പറഞ്ഞു തരാം. ഇനി നമ്മൾ ചോറിട്ട് കൊടുക്കുക. എത്ര ചോറുണ്ടോ അതനുസരിച്ച് നമ്മൾ ലെയർ ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ ഒരു 3 ലെയറിനാണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചോറ് നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ഊറ്റുമ്പോഴത്തേക്കിന് ഏറ്റവും മേളിൽ നിന്ന് എടുക്കുന്ന ചോറുണ്ടല്ലോ, അതാണ് ദമ്മിൽ ഏറ്റവും താഴെ വരേണ്ട ചോറ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിൻ്റെ മുകളിലേക്ക് നെയ്യുടെ കൂട്ടൊഴിക്കുക. അതുപോലെ തന്നെ ആ ഒരു പാലിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു ബിസ്ത ചേർത്ത് കൊടുക്കുക. കുറച്ച് നമ്മൾ ബിരിയാണി മസാല മാറ്റി വെച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരു 2 ടീസ്പൂൺ മസാല മാറ്റി വെക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു ആ ഒരു ചിക്കൻ്റെ ഇതിൽ നിന്ന്, ആ ഒരു മസാല ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഓക്കെ. ഇനി അടുത്ത ചോറിട്ട് കൊടുക്കുക. ഇതേ പ്രൊസീജിയർ തന്നെ അടുത്ത ചോറിൻ്റെ മേളിലും ചെയ്ത് കൊടുക്കുക. ഇനി 3ാമത്തെ ലെയർ ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഒരല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകാത്ത രീതിയിൽ നന്നായിട്ട് നമ്മളൊന്ന് കവർ ചെയ്തിട്ടെടുക്കണേ. അതുപോലെ തന്നെ നമ്മളിത് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ അടുപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കനലൊക്കെ ഇട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പുറത്തൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ അലൂമിനിയം ഫോയിലിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല ടൈറ്റായിട്ടൊരു മൂടി വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ചോറ് ഒരു 90% തന്നെ, ഒരു 85-90 ആ ഒരു സമയത്ത് നമ്മൾ ഊറ്റിയെടുത്തേക്കണേ. അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ തന്നെ നമ്മളൊന്ന് ആക്കിയെടുക്കണം. ബിരിയാണി മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടി കൂട്ടിയിട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ എടുത്ത് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതിയാകും. അതായത് ഒത്തിരി ഇട്ടിങ്ങനെ ഉടച്ചെടുക്കരുത്. നോക്കിയാൽ നല്ല ഭംഗിയായിട്ടും ടേസ്റ്റി ആയിട്ടും നല്ല സലാഡും അച്ചാറും ഒക്കെ കൂട്ടിക്കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നാളെ ഉച്ചയ്ക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.